നമസ്കാരം, ബെറ്റർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നായ തിരൂർ ഗയാം തിയേറ്റർ പ്രദർശനം നടത്തി. ഇനി പുതിയ രൂപത്തിലും പുതിയ സാങ്കേതിക വിദ്യയിലും വീണ്ടും തുറക്കും. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിം തിയേറ്റർ ഏറ്റെടുത്തു. 38 വർഷം മുമ്പ് നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായിട്ടായിരുന്നു തിയേറ്ററിന്റെ ഉദ്ഘാടനം നടന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം സർവകലാശാല ലൈബ്രറിയുടെ സഹകരണത്തോടെ ബഷീർ കൃതികളുടെ പഠനങ്ങളും പ്രദർശനവും ഒരുക്കി. ഡോക്ടർ KM അനിൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ആനക്കര മേപ്പാടത്ത് പള്ളിയാലിൽ പരേതനായ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ പാത്തുമ്മ കുട്ടി ഉമ്മയുടെ 110ാം പിറന്നാൾ ആഘോഷവും പള്ളിയാലിൽ കുടുംബസംഗമവും സംഘടിപ്പിച്ചു. എടപ്പാളിനെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന എടപ്പാൾ നരിപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സാവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വാഴ നട്ട് പ്രതിഷേധിച്ചു. ഒഴൂർ പഞ്ചായത്തിൽ കുറുക്കന്റെ പരാക്രമം തുടർക്കഥയായി. ഞായറാഴ്ച 7 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ കടിച്ച് പരിക്കേൽപ്പിച്ചതിന് പുറമെ ഇന്നലെ മറ്റ് 2 പേരെ കൂടി കുറുക്കന്റെ ആക്രമണത്തിന് വിധേയരായി. ഒഴൂർ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും തെരുവ് നായകളുടെയും കുറുക്കന്മാരുടെയും ശല്യം രൂക്ഷമായി. പകൽ സമയത്ത് പോലും കൂട്ടമായി കുറുക്കന്മാർ വിഹരിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. തിരുനാവായ പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ AS ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി തിരൂർ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നാണ് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ഡിജിറ്റൽ വീഡിയോകൾക്കുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയായ സയൻസിന്റെ 17ാമത് എഡിഷൻ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ആഗസ്റ്റ് 1 മുതൽ 5 വരെ നടക്കും. ക്യാമ്പസിലുള്ള ചിത്രശാല, രംഗശാല, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവിടങ്ങളിലാണ് ചലച്ചിത്ര പ്രദർശനം നടക്കുന്നത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂർ താലൂക്കിൽ റേഷൻ വ്യാപാരി സംയുക്ത സമിതി കടയെടുപ്പ് സമരം സംഘടിപ്പിച്ചു. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. വായന പക്ഷാചരണ പരിപാടികളുടെ ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻ പറമ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 കേരള സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലെ മികച്ച സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡിൽ 2ാം സ്ഥാനം തിരൂർ താലൂക്ക് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് ലഭിച്ചു. ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് നടന്ന ചടങ്ങിൽ വെച്ച് കോളേജ് അധികൃതർ സഹകരണ വകുപ്പ് മന്ത്രി VN വാസ്തവനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. തിരൂർ നഗരസഭയിൽ ഏജന്റുമാരുടെ താൽപര്യത്തിനനുസരിച്ച് ഭരണമെന്ന് പ്രതിപക്ഷം. യഥാസമയം അജണ്ടകൾ എടുക്കാത്തതിനാൽ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്നും നഗരവികസനത്തിന് പദ്ധതിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S. ഗിരീഷ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.